മുട്ട കൊടുത്തു വന്നു. അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി ഡ്രസ് മാറി. പിന്നെ ബോണ്ടായിപ്പോ വെള്ളം സൂക്ഷിച്ചൊഴിക്കണം. അങ്ങനെ കട്ട കട്ടയായിട്ട് കയ്യുമ്പോ കൊട്ടി പിടിക്കണ പരുവത്തിൽ ഇരിക്കണം അല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കാറിയ അല്ല എനിക്ക് ക്ഷമ കേട്ട് തുടങ്ങി. തിളച്ചെണ്ണ കോരി വെച്ചിട്ട് കൈ പൊള്ളിന്ന് പറയാൻ അത് നമ്മുടെ പാറടുക്കളുടെ ഉള്ളിയോടെയൊക്കെ വെള്ളമൊക്കെ പോലിങ്ങനെ ഈ കടൽത്തീരത്തിന്റെ വെറുതെ നമ്മൾ ഒരു ബലം കൊടുക്കാണ്ട് ഇടണം കേട്ടാ. ബലത്തിലിടരുത്. കുമാരിജി മുരുകണ്ണനോട് വഴക്കൂടി വെക്കുമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല. ആഗ്രഹിക്കണെങ്കിൽ വഴക്കില്ലാതെങ്കിൽ ഒരു രസമില്ലല്ലോ. ആള് വരുമ്പോഴേ നീ ടേസ്റ്റിൽ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കില്ലേ നീ. അവരുണ്ടാക്കി തിന്നണ കാണുമ്പോ കൊതിയാവണ്. ഇച്ചിരി വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് സുഖം, നല്ല ഭക്ഷണം അങ്ങനെ കിട്ടും. പക്ഷെ ഗവൺമെന്റ് ജോലിക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് മൂന്നാമത്തെ തെങ്കാശി സിപിയിലത്തെ മൂന്നാമത്തെ തുടങ്ങാണ്. എന്നിട്ട് കുമാരിജി രണ്ട് ഐറ്റംസ് ഒരേ ഡ്രസ് ഇട്ടിട്ട് എടുത്ത കാരണം മൂന്നാമത്തേല് കുമാരേച്ചി പോയിട്ട് കണ്ട സെറ്റ് മുട്ട കൊടുത്തു വന്നു. അപ്പൊ ഞങ്ങൾ ഓടിപ്പോയി ഡ്രസ് മാറി. മോശമാവാൻ പാടില്ലല്ലോ, അത് കാരണം കേട്ടാ. അങ്ങനെ അപ്പൊ ഇനി അടുത്തേക്ക് കടക്കാൻ പോകണം. അപ്പൊ പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ഈ വെളിച്ചെണ്ണ അത് തന്നെയാണ് കേട്ടാ. അതിൽ നിന്ന് ഊറ്റി തെളിച്ച് എടുത്തു. ഇനി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആവശ്യം വരും. അപ്പൊ വെളിച്ചെണ്ണ കാണുമ്പോ അങ്ങനെ വിചാരിക്കരുത്. തുടർച്ചയാണ്. തുടർച്ചയാണ്. ഇനി എന്താ ഇപ്പൊ ഉണ്ടാക്കാൻ പോണത്? ഇപ്പൊ ഉണ്ടാക്കണത് പക്കവട എന്ന് പറയും. പക്കവട പറയാം ഞങ്ങൾ. പക്കട ഇത് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരിക്കും ഇത് കഴിക്കണം. ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പുതിനാല പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇത് മല്ലിയിലയും കറിവേപ്പിലയും കറിവേപ്പില അത് ഇട്ടു. പിന്നെ ചുവന്നുള്ളി അപ്പൊ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞതിന് ശേഷം ഈ പൊട്ടുകടല പൊടിക്കണം കുറച്ച്. പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ പൊട്ടുകടല. ഇത് പൊടിക്കണം. അത് മിക്സിയിലിട്ട് പൊടിക്കാൻ പോകട്ടെ. അത് പൊടിക്കും. ഇത് മുഴുവൻ വേണം. അത്രയും മതിയാ? കുറച്ചും കൂടി ഇടാം. മതി. ഇത് പൊടിക്കണം. നന്നായി പൊടിക്കണെന്ന്. ഇനി അപ്പൊ ഇത് പൊടിക്കുന്നു സരിത പൊടിച്ചൂല? പൊടിച്ചു. ചിലത് പൊടിയാണ്ട് കിടക്കുന്നുണ്ട്. അതെ, എന്നാ ഒന്നും കൂടി അടിച്ചോ. അപ്പൊ സരിത പൊടിക്കിട്ട് അതിന്റെ ഇടയിൽ നമ്മുടെ ഇതിലേക്ക് ഈ പൊടിക്ക് കായപ്പൊടി എന്തോരണം? കായപ്പൊടി ഇട്ടു. പിന്നെ പെരിഞ്ചീരകം തിരുമ്മിയിട്ടു. പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടണോ? ഉപ്പിടണോ? പാകത്തിന് ഇട്ടോളൂ. ഇനി അടുത്തത് തിരുമ്മണം. പൊടി യോജിപ്പിക്കും. നീ എണ്ണ ചൂട് വേണം. ചൂടെണ്ണത്തിൽ ഒഴിക്കണം. അയ്യോ എണ്ണ തീ കത്തിക്കിട്ടാ കത്തിച്ചോ, കുഴപ്പമില്ല. ഇത് ചൂടായി പൊടി കുഴപ്പമുണ്ട. ഇത് പൊടിച്ചൂട്ടാ. ഇതിലേക്ക് ചൂടായി എണ്ണ വേണല്ലേ? അടുത്തത് ചെയ്യാൻ പോണത് ഇതിലേക്ക് കടലമാവ് ഇട്ടാ. കടലമാവ് നിറച്ച് വലിയ ടീസ്പൂൺ നിറച്ച് 1 2 3 4 5 5 ഇട്ടാ തിരുമണം. അത് കഴിഞ്ഞിട്ട് പൊട്ടുകടല ടീസ്പൂൺ 1 വറുത്തത്, അത് വറുക്കാത്തത് 3 സ്പൂൺ. 3 ടീസ്പൂൺ ഇട്ടുട്ടാ തിരുമണു. വെള്ളം വേണം എനിക്ക്. വെള്ളം വേണം, തെളിക്കാൻ പാടില്ല. അതായത് ഇതിലേക്ക് ഉപ്പ് കൂടുതലാണെങ്കിൽ ഇത്തിരി കൂടി മാവ് ഇട്ടാൽ മതി. കുറച്ച് മാവും കൂടി ഉണ്ട് കേട്ടോ. കടലമാവ് കടലല്ലാട്ടത് കടലമാവ് പൊട്ടുകടല അത് മതി. ഇനി ഇത്തിരി വെള്ളം തൂളിച്ചെടുക്കാന്ന് പറഞ്ഞ വളരെ സൂക്ഷിച്ച് കാണല്ലേ. പിന്നെ ബോണ്ടായിപ്പോ വെള്ളം സൂക്ഷിച്ചൊഴിക്കണം. അതിന്റെ തിരുമ്പുമ്പോ അതിന്റെ പാകം കാണാം. അപ്പൊ ബോണ്ടയാൻ പാടില്ലെന്ന് എന്നാൽ പക്കാടാന്ന് പറയില്ല അവിടെ. അമ്മ അവിടെ വീഡിയോ കോള് തുന്തുരു ഫോൺ വിളിക്കുന്നുണ്ട്. ചക്കര ഉണ്ണിയൊക്കെ തുന്തുരുവിന്റെ അടുത്താ, ദുബായിലാ. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കണേ. ചൂട് എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് ഇതിന്ന് ഒരുവിധം ചൂടായിട്ടുണ്ട്. ഒഴിക്കാറാകുമ്പോ പറഞ്ഞോട്ടാ.
അതായത് ഈ കൂട്ടിലേക്ക് ചൂടുള്ള എണ്ണ ഒഴിക്കണം. ഇത് കണ്ടില്ലേ, വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കട്ട കട്ടയായിട്ട് കയ്യുമ്പോ കൊട്ടി പിടിക്കണ പരുവത്തിൽ ഇരിക്കണം അല്ലേ? വെള്ളം കൂടിയാൽ പിന്നെ ഇത് ബോണ്ടയാവും, പിന്നെ ബോണ്ടയായിട്ടേ കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല, കേടാവില്ല. ഞങ്ങളൊക്കെ കഞ്ഞിക്ക് ഇങ്ങനെ വെക്കുക. കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ചാട്ടിന് പച്ചമുളകല്ലേ, എരിവല്ലേ, കൊണ്ടാട്ടം പോലെ ഇതൊരു നമുക്ക് നല്ല രസമാണ് കഞ്ഞിക്കൊക്കെ. വെളിച്ചെണ്ണ ഒഴിക്കാറിയാ? പറയൂ. അല്ല എനിക്ക് ക്ഷമ കേട്ട് തുടങ്ങി. എത്ര ടീസ്പൂൺ ഒഴിക്കണം? 2 ടീസ്പൂൺ ഒഴിക്കും. ഞാൻ കണ്ടിട്ടില്ലേ നമ്മള് കാണാത്ത ഐറ്റംസാ. ഇനി ഒഴിക്കണ കയ്യുള്ളൂ. ഇല്ല ഇല്ല, മാവുണ്ടല്ലോ എന്തായാലും. പറഞ്ഞോളാം. തിളച്ച എണ്ണ കോരി വെച്ചിട്ട് കൈ പൊള്ളിന്ന് പറയാൻ പാടില്ല. ചെറുതായിട്ട് ചൂടാകുമ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് ഇതാക്കണം. ഇത്തിരി കൂടി ഒഴിക്കാം. 4 സാധാരണ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ലേശം തെളിക്കാനാണ്. എന്താന്ന് വെച്ചാൽ ഉള്ളിയുടെ എള്ളവും ഇതൊക്കെ കൂടി തിരുമ്പുമ്പോഴേ അതിന്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ട് തിരുമ്പുമ്പോ വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരിയതായിട്ട് ഒഴിക്കുക. ഇനി വേണ്ട, ഇനി എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചാലോ? ഒഴിച്ചോ. ഇല്ല ഇല്ല, വേണ്ട, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, മതി. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? കുമാരേച്ചി ഇനി നമുക്ക് ഉണ്ടാക്കി തരാണ് റെസിപ്പികളില് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരുന്നത് ഇതും കൂടി കഴിഞ്ഞു. ഇനി ഒന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കണതില്ല. അപ്പൊ ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് ചേട്ടാ. നല്ല ഗ്യാസിന്റെ ഗ്യാസ് ഇവിടെ ലീക്കാവുന്നുണ്ട്, ഗ്യാസ് ലീക്കാവുന്നുണ്ട് കുറ്റിമ. അല്ല ഇനി ഇത് വേണം പപ്പടത്തിന്റെ ആവശ്യമില്ല. എന്തിട്ടിങ്ങനെ വായല് വരണ പറയുന്നു. അല്ല ഗ്യാസ് ലീക്കാവുണ്ടെന്ന് പറയാ, അത് കുഴപ്പമില്ല, പാത്രത്തിന്റെ ഏത് പാത്രത്തിന്റെ ഇതുമെന്ന് റെഗുലേറ്റർ ഇല്ലേ ഉറപ്പിച്ചിട്ടില്ലേ, അവിടെ നിന്ന് മണം ഇരുന്നുണ്ട് ഗ്യാസിന്റെ. അതാ ഞാൻ പറഞ്ഞത്. അതിനുള്ളിലത്തെ വാഷില്ലേ അത് മാറ്റണം, കുറച്ചുകൂടി തീ കൂട്ടല്ലേ. ചൂടായിട്ടാവും. ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുക ചെയ്യാ. പക്കാവട നമ്മള് എവിടെ KTDC സോസിൽ മുക്കിയിട്ട് ഭയങ്കര തീയാ. ചെറുതോ ചെറുത് എവിടെ പോയി പേടിച്ചിട്ടാണ് പൊട്ടാവും വെച്ചിട്ട് പൊട്ടൊന്നുമില്ല. പൊട്ടുകടല നമ്മള് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ആകുമ്പോൾ ഒരു കട്ടി ഉണ്ടാവും ഇതിന്, അപ്പൊ അത് പാടില്ല. ഇത് ചേർക്കുമ്പോഴേ നമുക്ക് പൊട്ടുകടലയുടെ പൊടി ചേർക്കുമ്പോ ക്രിസ്പിനെസ്സും കിട്ടും, അതിന്റെ ഒപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റും കൂടും. നല്ല ഭംഗിയിലോ സാധനം. അതായത് ഇങ്ങനെ അമർത്തിയൊന്നും ഇടാൻ പാടില്ല. ഇതിന്റെ ക്യാപ്പ് കണ്ടാ അതൊക്കെ നിക്കണം. അതുപോലെ അങ്ങനെ ആകുമ്പോ നമ്മൾ എണ്ണ ഉള്ളിലൊക്കെ ചെന്നിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ വേവി ഇങ്ങനെ നോക്കി ഇങ്ങനെ അമർത്തിയൊക്കെ ഇടുമ്പോ കട്ടിമാവായിട്ട് വീഴും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇടുമ്പോ ശരിക്കും അങ്ങോട്ട് ഇതാവാൻ പാടില്ല. ഇതിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കണം. അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ എല്ലാം കേറി അതിന്റെ ഉള്ളിലൊക്കെ ഉള്ളി കരിയാനും പാടില്ല. നോക്കിക്കോ, ഇതിനധികം എണ്ണ അധികം വേണ്ട, അതിന് സമയം ഇടണ്ട. തീ കുറയ്ക്കണം. ഇല്ല, തീ കുറച്ചിട്ടായിരിക്കും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ ഇത്തിരി വേവ് കുറഞ്ഞെടുത്താൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റില്ല. ഈ കടലമാവിനൊരു ഗുണമുണ്ട്, വേഗം വെന്ത് ഇതാവും. അപ്പൊ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. കടലമാവിന് പാകത്തിന് എടുത്തില്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. മതി മുള മതി. മറ്റോണ്ട് കോരിയിട്, അതിലോട്ട് കോരിയിട. അപ്പൊ എണ്ണ അതിൽ അങ്ങനെ ഉള്ളിയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ മണം വരും അല്ലേ, ഒരു കയ്പ്പ് പോലെ വരും. മാവും കരിഞ്ഞു കഴിഞ്ഞാൽ മണം വരും. തീയൊന്നും കുറച്ചാൽ കുഴപ്പമില്ല. തീയൊന്ന് കുറയ്ക്കുകയാണ് കേട്ടാ.
വെറുതെ നമ്മൾ ഒരു ബലം കൊടുക്കാണ്ട് ഇടണം കേട്ടാ, ബലത്തിലിടരുത്, ദേഷ്യം പിടിച്ചിട്ടിടരുതെന്ന്. കുമാരിജി മുരുകണ്ണനോട് വഴക്കൂടി നിൽക്കുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല. വഴക്കൂടാറൊന്നുമില്ല. അപ്പൊ പരിപ്പോടൊക്കെ അവസരം ഉണ്ടാവില്ല. കട്ടിച്ച് മുറിച്ച് അങ്ങോട്ട് ദേഷ്യം തീർക്കാൻ ഞാൻ മുറത്തില്ല. ആളിനെ അമർത്തി അങ്ങോട്ട് എണ്ണയിൽ പോയി. ഞാൻ വെറുതെ പറഞ്ഞു അവര് വഴക്കൂടാറുന്നില്ലേ. വഴക്കില്ലാതെങ്കിൽ ഒരു രസമില്ലല്ലോ ജീവിതത്തിന്. വഴക്കൊക്കെ കൂടും. അതൊന്നും ചേട്ടന് പറഞ്ഞു കൊടുത്തത്. അതന്നെ, വഴക്കില്ലെങ്കിൽ ജീവിതത്തിന് ഒരു രസമില്ല. ഇതാക്കിട്ട് ആകാലത്തിന്റെ കാര്യത്തിലാണ് വഴക്ക് വരിക. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ആള് കുറ്റം പറയും. പക്ഷെ പുറത്തുനിന്ന് ഒരാള് വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് നല്ലതെന്ന് പറയുമ്പോൾ ആള് വരുമ്പോഴേ നീ ടേസ്റ്റിൽ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കില്ലേ നീ എന്ന് പറയും. അങ്ങനെ പറയാ. നീ ആൾക്കാർ നിനക്ക് നിറയെ ഉണ്ടാക്കി പരിചയിച്ചിട്ടേ ഒരു വിരുന്നാരെ എപ്പോഴും വീട്ടിൽ നിർത്തണം. അപ്പം ചേട്ടൻ പറയാ പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോ ആള് വന്നിട്ട് സാമ്പാറിന് അധികം ഇഷ്ടമുണ്ട്. പിള്ളേരൊക്കെ വന്നപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പറയും അന്ന് ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ, ഇന്ന് പിള്ളേരൊക്കെ കണ്ടപ്പോൾ നിനക്ക് നല്ല ടേസ്റ്റിലാണല്ലോ സാമ്പാർ. ഞാൻ പറഞ്ഞു അടിയാ റാണിയാ കേട്ടാ, നീ ഇത് തന്നെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അപ്പം അവള് പറയാ അത് അച്ഛനിങ്ങനെ എല്ലാരും കൂടി കഴിച്ചേ ആൾക്ക് പിള്ളേരും എല്ലാരും ആയിട്ട് കഴിക്കുമ്പോ അതൊരു ടേസ്റ്റ് കൂടുതൽ. അത് തന്നെയല്ലേ നമ്മള് വീട്ടിലൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണേനേക്കാളും കുറെ പേര് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. അതാണ് സംഭവം. തീ കൂട്ടട്ടെ. അപ്പൊ നമ്മളവിടെ വാടകയ്ക്ക് ഒരു മനോജ് സാർ ഉണ്ടായിരുന്നു. സാറ് RPF SI ആണ്, ചെങ്കോട്ടയിലത്തെ. അപ്പം ആള് നമ്മളവിടെ 2 കൊല്ലം വരെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആള് പിന്നെ ഇവിടേക്ക് പോയി, തിരുനെൽവേലിയിലാണ് ഡ്യൂട്ടി. ആളുടെ വീട് കൊല്ലൂര്. അപ്പോൾ ആളെ ഞാൻ ഇടയ്ക്ക് കാപ്പി പിടിക്കാനൊക്കെ വിളിക്കും. അപ്പോൾ ആള് കഴിച്ചിട്ട് പറയണ അച്ഛനൊക്കെ ഭാഗ്യവാനാണ്, ഞങ്ങളൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് അമ്മ ഇങ്ങനെ എല്ലാ ആഹാരം ടേസ്റ്റിലാണ്. അച്ഛന് വില അറിയില്ല, ഞങ്ങളെ പോലെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേ അച്ഛനെ അറിയുള്ളൂ ആ വീട്ടിലത്തെ ആഹാരത്തിന്റെ. ഇപ്പൊ വേറൊരു ചേച്ചിയല്ല അവിടെ റെയിൽവേയിലുള്ള നമ്മുടെ ഷീജ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ ടിക്കറ്റ് കൊടുക്കുക ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ. ഷീജ പറയും അമ്മ ഇങ്ങനെ എടുത്ത് എറിഞ്ഞാലും നല്ല ടേസ്റ്റാന്ന് പറയും. അങ്ങനെ സരിത ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ആള് കാണാറുണ്ട്, പറയാറുണ്ട്. സരിത അവിടെ വന്ന് ഓണത്തിന് പരിചയമായപ്പോഴേ അപ്പോൾ ഷീജ പറയാറുണ്ട് ഞങ്ങളവരെല്ലാം കാണാറുണ്ട് വീഡിയോ. എന്നിട്ടാണ് ഈ ഇത് സേമിയ മേടിച്ചുകൊണ്ട് പോയി ആള്. അവര് മോള് പറഞ്ഞിട്ട് ഞാനുണ്ടാക്കി കൊടുത്തു ഒരു പ്രാവശ്യം ഉപ്പുമ്മ. അപ്പം ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കിയ ഈ പിന്നെ റാഗി സേമിയ കൊണ്ട് ഉപ്പും. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഷീജ വേവിച്ചിട്ട് ഇങ്ങനെ താളിക്കണം ഉണ്ടാക്കി. അപ്പം അത് മോള് കണ്ടു നിങ്ങളുടെ വീഡിയോ. അപ്പം മോള് കണ്ടിട്ട് പറഞ്ഞു അമ്മ സേമിയ മേടിച്ചോട്ട് വരാം. അവരുണ്ടാക്കി തിന്നണ കാണുമ്പോൾ കൊതിയാവണ്, അപ്പോൾ മേടിച്ചോണ്ട് വന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഷീജ മേടിച്ചോണ്ട് പോയി. അപ്പോൾ ഷീജയൊക്കെ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മോളെ പോലെ ഷീജ. ഇപ്പോൾ വേറെ ഒരു പെൺകുട്ടിയുണ്ട് അശ്വതി എന്ന് പറഞ്ഞിട്ട്, അത് വന്നിട്ട് ജയ്യാണ്, റെയിൽവേയിൽ ഇപ്പോൾ കയറിയതോളൂ. ജയ് എന്ന് പറഞ്ഞ സിഗ്നൽ പ്രോബ്ലം. എല്ലാം ഗവൺമെന്റ് ജോലിക്കാരെ വന്ന് താമസിക്കല്ലോ അല്ലേ? അല്ല അവർക്കായിട്ടാണ് കൊടുക്കുള്ളൂ. കുമാരിച്ചിരി വീടിന്റെ മുകളിൽ താമസിക്കാനുള്ള ഇവരെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ താമസിക്കാൻ വേണ്ടി വലിയ വീടാ പണിതേക്കണേ. നമ്മളന്ന് കണ്ടില്ലേ മുകളിലൊന്നും അന്ന് നമ്മളങ്ങനെ ശരിക്കും കാണിച്ചില്ല വീട്. അപ്പൊ മുകളിലും ഒക്കെ നിറച്ച് ബെഡ്റൂമുകളൊക്കെ ആയിട്ട് വലിയ വീടാ. അപ്പൊ ഇവര് രണ്ടുപേരും മാത്രം അപ്പയുള്ളൂ അവിടെ. അപ്പൊ വന്നാലും താഴത്തെ സ്ഥലമുണ്ട്, മുകളിലത്തെ റൂമുകള് വാടകയ്ക്ക് കൊടുക്കാം. അവരെ കാര്യം പറയണത്. കുമാരിച്ചിരി വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് സുഖം, നല്ല ഭക്ഷണം അങ്ങനെ കിട്ടും. നോട്ട് ചെയ്ത് വെച്ചോട്ടാ. പക്ഷെ ഗവൺമെന്റ് ജോലിക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇതെടുക്കാറായോ കുമാരേച്ചി? ഉള്ളി നോക്ക് ശരിയായില്ലേ? ഇത് നോക്കിയേ പകായില്ലേ? ഇട്ടോ അത് ഇരുന്ന് വെന്തോളൂ. അമ്മ ഫോൺ വിളി കഴിഞ്ഞാ? പക്കാവട ഉണ്ടാക്കല് ചോറിണ്ടിട്ട് ചോറിണ്ടിട്ടാണ് ഞങ്ങൾ അടുത്തേക്ക് കിടക്കണത് കേട്ടോ. അതുവരെ ചൂടാറട്ടെ അല്ലേ? ബെസ്റ്റ് അല്ല, അതുവരെ റെസ്റ്റ്. പക്കവട കഴിഞ്ഞു. പരിപ്പ് വട, പക്ക് വട, കൊക്ക് വട, പപ്പട വട, നമ്മുടെ വയൽ ചാടപട വട, നമ്മുടെ വയൽ പാടല്ലേ?
തിന്നാലും തിന്നാലും കൊതിയടങ്ങില്ല, തിന്നാതിരുന്നാരോ എന്നിട്ട് മതി വരില്ല. ആണുങ്ങൾക്കും തിന്നാം, ഏത് പെണ്ണുങ്ങൾക്കും തിന്നാം. വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഭയങ്കര ഹിറ്റ് പാട്ടല്ലേ അത്? അന്നത്തെ അടൂർവാസിയും തോന്നുന്നല്ലേ? ഇത് വിൽക്കാൻ നടക്കണ ആള് പാടണോ? ഇത് വിൽക്കാൻ നടക്കണ അത് കണ്ടിട്ടില്ലേ? പഴയ പടം ഇവർക്ക് ചോറിനാൻ പോവാ. ഇത് വേറൊരു ടേസ്റ്റ്. ഇത് ഇരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന കാണുമ്പോ ഒരുപോലെ തോന്നും. എല്ലാത്തിലും എന്താ പറയാ, ഉള്ളി അത് ഇതൊക്കെ ചേർക്കുന്നുണ്ട്, 5 പച്ചമുളക് ഉണ്ട്, കായപ്പൊടി ഉണ്ട്, പെരുംജീരകം ഉണ്ട്. പക്ഷെ ടേസ്റ്റ് വേറെ. അതില് ചുമന്നുള്ളി നമ്മള് കൂടുതൽ. പിന്നെ പരിപ്പുവടയ്ക്ക് പരിപ്പുവട നമ്മള് വാഴപ്പൊക്കെ ഇട്ടുണ്ടല്ലോ. നല്ല രസാട്ടാ. നല്ല ടേസ്റ്റാ. എനിക്കും തോന്നുന്നു ടേസ്റ്റാണ്. നമ്മൾ നാളെ കഴിക്കുമ്പോൾ ഇതിനെക്കാട്ടും നല്ല ടേസ്റ്റ്. നാടകം നമ്മള് KTDCന്ന് കഴിക്കും. അത് പക്ഷേ ഈ ടേസ്റ്റ് അല്ല. വേറെ അത് മൈദ മാവുകൊണ്ടാണ് കുറെ സബോളയൊക്കെ ഇട്ടിട്ട്. അത് എണ്ണയൊക്കെ കുടിച്ചിട്ട് ഇതില് നമ്മൾ ഉണ്ടാക്കിയതില് ഒരെണ്ണ സാധനം ഇല്ല ഇതില്. കൈമലൊന്നും മാവണില്ല, ഒന്നിനും ഇല്ല. നമ്മള് 3 റെസിപ്പി ഉണ്ടാക്കിയതില് എണ്ണ വേണ്ട. ആ എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് ഉണ്ടായില്ല. അതാണ് അപ്പൊ ഇത് നല്ല രസമാണ് കേട്ടാ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോളോ? ഇതന്നെ എല്ലാരും ഉണ്ടാക്കി നോക്കിയോളൂ. ഉണ്ടാക്കി വെക്കും ഉണ്ണികൾക്ക്. ഇത് ഒരാഴ്ച വരെ കേടാവാണ്ടിരിക്കും. ഒരാഴ്ച ഒന്നുമല്ല, 2 ആഴ്ചയിലിരിക്കും. പക്ഷെ ഇരിക്കില്ല എന്ന് മാത്രം. ആൾക്കാർ തിന്ന് അവസാനിപ്പിക്കും. വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോ കാറ് ഓയിലില് സൺഫ്ലവറിലുണ്ടാക്കി സൺഫ്ലവറിൽ ഉണ്ടാക്കിയാൽ മതി. അല്ല, ഒരാഴ്ച 2 ആഴ്ച ഇരിക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കാറ് നല്ലതാണ്. വെളിച്ചെണ്ണയിലൊക്കെ ഭയങ്കര പക്ഷെ ടേസ്റ്റ് അടിപൊളിയാട്ടാ. അത് പറഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ച പിള്ളേർക്ക് 4 മണിക്ക് വരുമ്പോ കൊടുക്കാം. പറഞ്ഞ കണക്ക് കാര്യം. ചോറാകുമ്പോ നമുക്ക് എന്നിട്ട് അടുത്തേക്ക് കിടക്കാം.